ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആകുന്നുണ്ട്. ഞാനും കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ഏകദേശം ഒരാഴ്ച കഷ്ടിച്ച് ആണ് ഉള്ളത്. നമുക്ക് 29-ാം തീയതി എക്സാം ആണ്. 1ാം ഘട്ടം എക്സാം നടക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേര് പ്രതീക്ഷയോടെയൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് അല്ലേ. ഏകദേശം എല്ലാം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കൂടുതലും റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസിനും ഒക്കെ ആയിട്ടായിരിക്കും അല്ലേ പഠനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലേ. പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് മാർക്ക് നേടുക എന്നത് തന്നെയാണ്. നമ്മുടെ പരീക്ഷയിൽ നമുക്ക് മാർക്ക് നേടുക എന്നത് തന്നെയാണ്. കാരണം നമ്മുടെ ഇക്കഴിഞ്ഞ് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കാരണം ഏതിൻ്റെയെങ്കിലുമൊക്കെ മെയിൻസ് എഴുതാനായിട്ട് ഒട്ടുമിക്ക കാൻഡിഡേറ്റ്സിനും അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് എക്സാം എഴുതി എല്ലാവർക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. കാരണം കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിൻ്റെ 2 കാറ്റഗറികളിലേക്കും കുറച്ചധികം പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റിൻ്റെ ഇതിലും അതുപോലെ തന്നെ വെബ്കോ അസിസ്റ്റൻറ്റിലും കുറച്ചധികം പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് വെബ്കോ അസിസ്റ്റൻറ്റിലും കുറച്ചധികം പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കും എഴുതാനുണ്ട്, ഒരു 3-4 എണ്ണത്തിൻ്റെ മെയിൻസ് എഴുതാനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഫ്രണ്ട്സ്, നമുക്ക് മെയിൻസ് പ്രിലിംസ് എന്നതല്ല, വിജയിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു 5-6 ദിവസം നമുക്ക് കിട്ടും. അതിൽ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായി ചെയ്യണം. മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് നഷ്ടപ്പെടുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റിലാകുമ്പോൾ നമുക്ക് പല ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ട്. അതിൽ അസേർഷൻ ആൻഡ് റീസൺ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ ശരിയായ റീസൺ, കാരണം ഇതാണോ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസിലാണ് അങ്ങനെ കൂടുതലായി കണ്ടിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അത് വിരളമായിട്ടാണ്. കൂടിപ്പോയാൽ ഒരു 5-ൽ താഴെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അത് അത്തരത്തിലുണ്ടാകുക. എങ്കിൽ തന്നെയും അതും ഒരു ടൈപ്പാണ് കേട്ടോ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് റീസൺ അതാണോ, ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഉത്തരം അതാണോ എന്നുള്ളത്, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ഒരു ചോദ്യം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന 4 ഉത്തരങ്ങൾ, അതിൽ ശരി ഏത് എന്നത് ഉള്ളത് ഒരു ടൈപ്പ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരിക, എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ് ഒരു 3-4 എണ്ണം തന്നിട്ട് 1 ശരി, 2 ശരി, 2, 3 ശരി, അല്ലെങ്കിൽ തെറ്റ്, ശരി, ഇങ്ങനെയുള്ള രീതിയിലാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. കൂടുതലായിട്ട് നമ്മുടെ ഈ എക്സാമിൻ്റെ അവസാന ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചേക്കണം. ഒരു 10-25 മോഡൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അത് നല്ല നിലവാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ കൂടുതലായുള്ള 100 മാർക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ 1-2 മാസങ്ങൾക്ക് മുൻപേ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഇനി വരുന്ന 5 ദിവസം അത് നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. പരമാവധി ആ ക്വസ്റ്റ്യൻസ് രാവിലെ വൈകുന്നേരം എന്ന രീതിയിലോ അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന രീതിയിലോ, ഒരു ദിവസം 3 ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിലോ 2 എണ്ണം എന്നോ 1 എണ്ണം എന്നെങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ. പിന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് തെറ്റ് വരാതെ ശരി ഉത്തരമാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെറിയ ചെറിയ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ച് വെക്കുക. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ അതിൽ ശരി ഉത്തരത്തിലേക്ക് എത്താനായിട്ട് തെറ്റിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം, 1 ശരി, 2 ശരി, അല്ലെങ്കിൽ 2, 3 ശരി, അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന തരത്തിലൊക്കെ വരികയാണ് എങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ശരി ഉത്തരത്തിലേക്ക് എത്താം, തെറ്റിനെ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം എന്നുള്ള ആ ഒരു ഐഡിയ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ വേറൊരാൾ പറഞ്ഞു തന്നാൽ എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആകും എന്നറിയില്ല. കാരണം എക്സാം ഹാളിൽ നമ്മളാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ നമ്മളുടെ ട്രിക്സുകളായിരിക്കും അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തുക. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ഒരു 5-6 ദിവസം 1ാം ഘട്ടം എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സ് സെൽഫായിട്ട് ചെയ്യുക കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻസ് സെൽഫായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അത് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുക.
ഒരു മണിക്കൂർ 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരിടത്തിരുന്ന് ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സെപ്പറേറ്റ് ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തിരുന്ന് ആ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് പരസ്പരം യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചെയ്യുക. ഒരെണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയോ യാതൊന്നുമേ ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ആ ചെയ്യുമ്പോൾ തന്നെ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക ശരി ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. അതോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പിന്നെ നമ്മൾ മാർക്ക് ഏകീകരിക്കുന്ന സമയത്ത് മാർക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുക. നമുക്ക് തെറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റാവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനെങ്ങനെ നമുക്ക് ശരി ഉത്തരം കാണാമെന്ന രീതിയിൽ കമ്പൈനായിട്ട് മൊത്തത്തിൽ നമുക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാം എങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, സെൽഫായിട്ടാണ് ചെയ്തിരുന്നത്. അത് രാത്രി 10 മണിക്ക് ശേഷമാണ് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നത്. അത് ചെയ്യുമ്പോൾ പിന്നെ പഠിച്ചിരുന്നില്ല കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻസ് രാത്രി 10 മണിക്ക് ശേഷം പിന്നെ കിട്ടുന്ന ടൈം എത്രയാണോ ഞാൻ ഇരിക്കുന്ന സമയം ഫുൾ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. ആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ടേബിളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടിപ്സും ട്രിക്സുമാണ് അവിടെ ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത് തന്നെയാണ് എന്നെ എക്സാം ഹോളിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊരാൾ പറഞ്ഞു തന്ന ഒരു ടിപ്സും എനിക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല. കാരണം നമ്മൾ ചെറിയ കോഡുകൾ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശരി ഉത്തരം കാണാനായിട്ട് പഠിച്ചു വെക്കുന്നത്, അതായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഫ്രണ്ട്സ്. ആ സമയത്ത് നമുക്ക് അതായിരിക്കും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഹാൻഡിൽ ചെയ്തിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിട്ടാതെ വരുന്നത് എങ്ങനെ അത് എലിമിനേറ്റ് ചെയ്യുക, എന്തുകൊണ്ട് അതെനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ടോപ്പിക്സിൽ പോയി നോക്കണമെങ്കിൽ, അതായത് അതിൻ്റെ നോട്ടിൽ പോയി നോക്കണമെങ്കിൽ ഞാൻ റാങ്ക് ഫയലിലൊക്കെ നോക്കിയിരുന്നു തെറ്റുന്നത്. ആ സമയത്ത് തന്നെ പോയി ഒന്ന് നോക്കിയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുക എന്തുകൊണ്ട് എനിക്കിത് തെറ്റുന്നു, എന്തുകൊണ്ട് ശരി ഉത്തരം കാണാൻ പറ്റുന്നില്ല എന്നത് ഞാൻ ചിന്തിച്ചിരുന്നു. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റ് ശരി എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ എല്ലാ എക്സാംസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത് ഫ്രണ്ട്സ്, നമുക്ക് മാത്സിൻ്റെ കാര്യം. മാത്സും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് കേട്ടോ. അതിൽ എത്രത്തോളമൊക്കെ മാർക്ക് നമ്മൾ നേടുന്നോ അത് നമ്മളെ റാങ്കിന് വളരെയധികം ഹെൽപ്ഫുൾ ആകും. കാരണം എന്ന് പറയുന്നത് 20 മാർക്ക് എന്ന് പറയുന്ന വലിയ മാർക്കാണ് കേട്ടോ. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ വലിയ മാർക്ക് തന്നെയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മാത്സിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കാണാനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. സ്ട്രെയിറ്റ് വേയിൽ ആൻസർ കാണാനായിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ചിലതിന് മാത്രമായിരിക്കും നമുക്ക് ഷോർട്ട് കട്ട് അറിയാൻ പറ്റുക. ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഷോർട്ട് കട്ട് അറിയണമെന്നില്ല. അങ്ങനെ നമ്മൾ ഈ സ്ട്രെയിറ്റ് വേയിലൂടെ നേരായ മാർഗത്തിലൂടെ ചിലപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു പേജൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ മാത്സിന് ഒരു പേജൊക്കെ നമുക്ക് ഉത്തരം ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കതിനെ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം, അത് നമ്മളുടെ ടിപ്സും ട്രിക്സുമാണ്, നമ്മൾ കണ്ടെത്തുന്നതാണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് കൂടുതലായിട്ടും സെൽഫായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും അത്യാവശ്യം നമ്മുടെ വലിയൊരു സിലബസ് തന്നെയാണ്. സിലബസൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും ഏകദേശമെങ്കിലും. അത്തരം ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം ബേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഇരുന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഈ അവസാന നിമിഷത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ മാർക്കൊന്നും കാര്യമായി കിട്ടണമെന്നില്ല. 50 മാർക്കിലേക്ക് മുകളിലേക്ക് പോകുക എന്നത് വളരെ ശ്രമകരമായിരിക്കും. 25-ഓ 30-ഓ അല്ലെങ്കിൽ ഒരു 40 മാർക്കിനുള്ളിലൊക്കെ ആയിരിക്കാം നിൽക്കുക. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമ്മളത് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആകും, ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ആകും. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു സെറ്റ് ആകും ഫ്രണ്ട്സ്. കാരണം നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ടാകും. അത് നമ്മുടെ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആകും. 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മടിയായിരിക്കും. ചിലർക്ക് മാർക്ക് കുറയുമ്പോൾ ടെൻഷനാണ്. അങ്ങനെയൊന്നും വേണ്ട. മാർക്ക് കുറഞ്ഞാലും സാരമില്ല. ഒരു ദിവസം 2-3 എണ്ണം ഒക്കെ വെച്ച് ചെയ്യുക. ടൈം സെറ്റ് ചെയ്ത് ചെയ്യുക. 1 മണിക്കൂർ 15 മിനിറ്റ് വെച്ച് 100 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. എല്ലാം കൂടി ഉള്ളത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം ഉള്ളത് ചെയ്യുക. പിന്നെ മെയിൻസ് എഴുതാനുള്ളവർ വിട്ടുകളയരുത്. പരമാവധി മെയിൻസ് ക്ലിയർ ചെയ്യാനും ശ്രമിക്കുക. കിട്ടുന്ന അവസരങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിലൊക്കെ 50 മാർക്കിൽ താഴെ കട്ട് ഓഫ് വരിക, അതോടൊപ്പം നമുക്ക് കുറച്ചധികം പേർക്ക് എഴുതാൻ ഉള്ള അവസരം കിട്ടുക എന്നതൊക്കെ ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന
അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക ഫ്രണ്ട്സ്. പരമാവധി മാർക്ക് നേടാൻ ശ്രമിക്കുക. പരമാവധി മാർക്ക് നെഗറ്റീവ് ഇല്ലാതെ വാങ്ങാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. 50 മാർക്കിൽ താഴെ വന്നു കട്ട് ഓഫ്, വളരെ നല്ല കാര്യം. കുറച്ചധികം പേര് ഉൾപ്പെടുത്തി. ഫ്രണ്ട്സ്, പരമാവധി മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. നമുക്ക് സേഫ് ആയിട്ടിരിക്കാം, ടെൻഷൻ ഇല്ലാതെ മെയിൻസിന് വേണ്ടി പഠിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കൂ, എക്സാം നന്നായിട്ട് എഴുതൂ, നല്ല വിജയം ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.